ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, ഈ പുതുവർഷത്തിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധം നമ്മൾ ധ്യാനിക്കുകയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ദർശനത്തിലൂടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ മൗനത്തിൻ്റെ സുഗന്ധം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു മൗനത്തിലേക്ക് പിന്തിരിയുന്ന ഒരുപാട് മനോഹരമായ നിമിഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇടവേളകളിൽ നിശ്ചലമായിരിക്കുന്ന ഒരു മൗനമല്ല. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലും മുഴുകുമ്പോഴെല്ലാം ഈശോ മൗനത്തിലേക്ക് പിന്തിരിയുന്നു. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ അവിടെ പ്രാർത്ഥിക്കുന്നു, മൗനത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ആ ഗെത്സമൻ തോട്ടത്തിൽ പീഡാസഹന വേളയിൽ മാത്രമല്ല, ഈശോയുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഗെത്സമൻ തോട്ടത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്ഥലം യൂദാസിന് നല്ല പരിചിതമായിരുന്നു എന്നുള്ള ഒരു വചനത്താലാണ്. വിജനപ്രദേശത്തേക്ക് പിന്തിരിയുന്ന ക്രിസ്തുവിന് സുവിശേഷങ്ങളിൽ 6 ഇടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും. മലമുകളിലേക്കും അതിരാവിലെയും വൈകിട്ടുമൊക്കെ ഈശോ മൗനത്തിലേക്ക് പിന്തിരിയുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷങ്ങൾ, 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഈശോ ഇതാ മൗനത്തിലേക്ക് പിൻവാങ്ങുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നു. ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൗനത്തിലേക്ക് പിന്തിരിഞ്ഞ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളും പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും എല്ലാം വിലയിരുത്തി ആ മൗനത്തിലൂടെ ശരിയായ രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് കടന്നു വന്നവനാണ് തമ്പുരാൻ. ആ തമ്പുരാൻ്റെ മൗനത്തിൻ്റെ സുഗന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മൗനം ഏറ്റവും നന്നായി ചെയ്യുവാനായിട്ട് ഒരുവനെ സഹായിക്കുന്നു. അവൻ ചെയ്തതെല്ലാം ഏറ്റവും മനോഹരമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്ന ജനക്കൂട്ടത്തെ വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മൗനത്തിൻ്റെ സുഗന്ധം ക്രിസ്തുവിനെ സഹനത്തിൻ്റെ വേളകളിൽ അതിജീവിക്കുവാനായിട്ട് ക്രിസ്തുവിനെ സഹായിച്ചു. പീലാത്തോസിന് മുമ്പിൽ ചവിട്ടുകളാൽ അടിക്കപ്പെട്ടിരുന്നപ്പോഴും അവിടുന്ന് മൗനമായിരുന്നു. ആ മൗനം ഈശോയെ ധൈര്യമുള്ളവനാക്കി മാറ്റി. ആ സഹനത്തിൻ്റെ വേളകളെ അതിജീവിക്കുവാനായിട്ട് മൗനം ഈശോയെ സഹായിച്ചു. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും ഇടവേളകളിൽ നിശ്ചലമായിരിക്കുന്ന മൗനമല്ലാതെ ബോധപൂർവം മൗനത്തിലേക്ക് പിന്തിരിയുവാൻ, ആ മൗനത്തിലേക്കുള്ള പിന്തിരിയൽ പിതാവുമായിട്ടുള്ള ഒരു ആഴമേറിയ ഗാഢമായ ബന്ധത്തിലേക്ക് നയിക്കുന്ന, ഈശോയെ നയിച്ചതുപോലെ ഒരു ഗാഢമായൊരു ബന്ധത്തിലേക്ക് ദൈവവുമായി നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി നമ്മുടെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും വിലയിരുത്തുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും അതിജീവിക്കുവാനും, അങ്ങനെ ക്രിസ്തുവിന് യോജിച്ച ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയെ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാനും സാധിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ മൗനം എന്ന് പറയുന്ന ആ സവിശേഷത സ്വന്തമാക്കുവാൻ, മൗനത്തിൻ്റെ സുഗന്ധം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനവേളകളിലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന നിമിഷങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവവുമായി പിതാവുമായി ഒരു ഗാഢബന്ധം പുലർത്തുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ഈ മൗനത്തിൻ്റെ സുഗന്ധം അത് ഞങ്ങളെ സഹായിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കൃപയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ, മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തോരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം
നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മൗനത്തിന്റെ സുഗന്ധം സ്വന്തമാക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും അതുവഴി ഞങ്ങളുടെ ജീവിതത്തിൽ വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തിൽ നടത്തുവാനായിട്ട്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന മക്കളായി തീരുവാനായിട്ട് ഈ മൗനത്തിന്റെ സവിശേഷത, ഈശോയുടെ വ്യക്തിത്വത്തിലെ മൗന സവിശേഷത ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, എന്തൊരാനന്ദം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.